ഫ്രണ്ട്സ്, വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. സോ സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ 1 to 5 പോയിന്റ്സ്, അതായത് സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് ടു യൂട്ടറ്റിക് മിക്സ്ചർ ആൻഡ് ഗ്യാസ് വരെയും നമ്മൾ നോക്കുക. അതിന്റെ പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ? സോ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താ നിങ്ങൾ പണ്ട് മുതലേ 8ാം ക്ലാസ് മുതലേ പഠിക്കുന്ന കാര്യമാണ്. സോ മാറ്റർ ഇസ് ഡിഫൈൻഡ് ആസ് എനിത്തിങ് ദാറ്റ് ഹാസ് എ മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ്. മാസ് ഉള്ളതും സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നത് നമ്മൾ മാറ്റർ എന്ന് പറയാറുണ്ട്. മാറ്റേഴ്സ് ഡിഫറെന്റ് സ്റ്റേജുകളിൽ കാണാറുണ്ട്. മാറ്റർ ഡിഫറെന്റ് സ്റ്റേജിൽ കാണാറുണ്ട്. പക്ഷെ ഇത് കാണുന്നത് അതിന്റെ അറേഞ്ച്മെന്റും മൂവ്മെന്റും അനുസരിച്ചിട്ടായിരിക്കും. എന്തിന്റെ? പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റും മൂവ്മെന്റും അനുസരിച്ച് മാറ്റേഴ്സിൽ മാറ്റങ്ങൾ വരാം. സോ മാറ്റേഴ്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കെമിക്കൽ എന്നും ഫിസിക്കൽ എന്നുമാണ്. സോ ഫിസിക്കൽ പറയുവാണെന്നുണ്ടെങ്കിൽ മാറ്റേഴ്സിനെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ എന്നായിരിക്കും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഇത് നിങ്ങൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യം. അപ്പൊ ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത സോൾഡ് എന്താണ്, ലിക്വിഡ് എന്താണ്, ഗ്യാസ് എന്താണ്. സോ ഞാൻ ബേസിക്കലി ഞാൻ അങ്ങനെ അധികം ഒന്നും ക്ലാസിഫൈ ചെയ്യുന്നില്ല. സോൾഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമുക്ക് പെട്ടെന്ന് അമർത്താൻ പറ്റില്ല. പാർട്ടിക്കിൾസ് അങ്ങനെ വൈബ്രേറ്റ് മാത്രമേ ചെയ്യുള്ളൂ, ഫ്ലോ ചെയ്യില്ല, ഭയങ്കര ലോക്ക്ഡ് പ്രോപ്പർട്ടി ആയിരിക്കും. ലിക്വിഡ് ആണെങ്കിൽ കുറച്ചും കൂടെ മൂവ് ചെയ്യും. അതുമാത്രമല്ല, നമുക്ക് അങ്ങനെ കംപ്രസിബിൾ അത്ര എളുപ്പമുള്ള കാര്യമില്ല. പിന്നെ നമ്മൾ പാത്രത്തിൽ ഒഴിച്ചാൽ പാത്രത്തിന്റെ ഷേപ്പ്, ചെറിയൊരു ഫ്ലാസ്കിൽ ഒഴിച്ചാൽ ഫ്ലാസ്കിന്റെ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഗ്യാസ് ആണെങ്കിൽ എങ്ങനെയാണ്? സോ ഏതാണോ കണ്ടെയ്നറിന്റെ വോളിയം അത് അക്യുമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പാർട്ടിക്കിൾസ് ഭയങ്കരമായിട്ട് ഫ്രീലി മൂവ് ചെയ്യും, കംപ്രസിബിൾ ആണ്. സോ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെറുതെ ടൈം കളയുന്നില്ല. സോ ഇത് പ്രോപ്പർട്ടീസ് ആണ്, നിങ്ങൾ സമയം കിട്ടുന്ന അനുസരിച്ച് വായിച്ചോളാം കേട്ടോ. സോ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റേഴ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇസ് പ്യുവർ സബ്സ്റ്റൻസ്. സോ പ്യുവർ സബ്സ്റ്റൻസ് എന്താ? മെയ്ഡ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് മാറ്റർ ദാറ്റ് ഹാവ് ഡിഫറെന്റ് പ്രോപ്പർട്ടി. അതായത് ഒരൊറ്റ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ എന്താ, നമുക്കൊരു എക്സാമ്പിൾ പറയാം. പ്യുവർ സബ്സ്റ്റൻസിന് നമുക്ക് എന്താ എക്സാമ്പിൾ പറയാം? ഇപ്പൊ ഗോൾഡ് ആണ് ഞാൻ എടുക്കണമെങ്കിൽ ഗോൾഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. സബ്സ്റ്റൻസിന്റെ കാര്യത്തിൽ എലമെന്റിനെ പറ്റി പറയുവാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിൾ സബ്സ്റ്റൻസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എക്സാമ്പിൾ നിയോൺ, ഓക്സിജൻ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ഇനി കോമ്പൗണ്ട്സ് ആണ്. സബ്സ്റ്റൻസ് ഫോം ബൈ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് 2 or more എലമെന്റ്. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എലമെന്റുകൾ ചേർന്നിട്ട് ഒരു ഡെഫിനറ്റ് റേഷ്യോടെ ഇരിക്കുന്ന സാധനത്തിന് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് പറയാം. H2O, വാട്ടർ, സോഡിയം ക്ലോറൈഡ്, NaCl, ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പൊ എലമെന്റ് എന്തായിരുന്നു? നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് ദാറ്റ് കനോട്ട് ബി ബ്രോക്കൺ ഡൗൺ ഇൻടു സിമ്പിൾ സബ്സ്റ്റൻസ്. കോമ്പൗണ്ട് ആണെങ്കിലോ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് 2 or more molecules in a definite ratio. മറന്നുപോലെ കേട്ടോ. ഇനി നമ്മൾ മിക്സ്ചർ ആണ് നോക്കാൻ പോകുന്നത്. 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സബ്സ്റ്റൻസുകൾ ചേർന്നതിനാണ് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയാം. നോട്ട് കെമിക്കലി കമ്പൈൻഡ്. കെമിക്കലി കമ്പൈൻഡ് ആയിരിക്കില്ല, 2 or more സബ്സ്റ്റൻസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഹോമോജിനസ് മിക്സ്ചർ ആണ്. യൂണിഫോം കമ്പോസിഷൻ ത്രൂ ഔട്ട്. സോ എവിടെ നിന്ന് എടുത്താലും നമുക്ക് യൂണിഫോം കമ്പോസിഷൻ ആയിരിക്കും. ഒരു ഭാഗത്ത് നിന്ന് എടുത്താലും അപ്പുറ ഭാഗത്ത് നിന്ന് എടുത്താലും എല്ലാം ഒരുപോലെ ആയിരിക്കും. സോൾട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. സോ നെക്സ്റ്റ് വൺ ഈസ് ഹെട്രോജിനസ് മിക്സ്ചർ ആണ്. നോൺ യൂണിഫോം കമ്പോസിഷൻ എന്നാണ് പറയുക. സോ വെൻ ഇൻഡിവിജ്വൽ കമ്പൗണ്ട്സ് റിറ്റെയിൻ പ്രോപ്പർട്ടി. അതായത് ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ അതിനകത്ത് ഏതാണോ ഐറ്റം ഉള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസുകൾ കാണിക്കും. ഇപ്പൊ എക്സാമ്പിൾ വെള്ളവും മണ്ണും. അപ്പൊ മണ്ണിന്റെ പ്രോപ്പർട്ടി കാണിക്കും, വെള്ളത്തിന്റെ പ്രോപ്പർട്ടി കാണിക്കും. സോ ബേസിക്കലി മിക്സ്ചർ ആണ് നോക്കി, ഹോമോജിനസ് നോക്കി, ഹെട്രോജിനസ് നോൺ യൂണിഫോം കമ്പോസിഷൻ ആണ് ഹെട്രോജിനസ്. സോ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. സോ ഇത് സോൾട്ട് ലിക്വിഡ് ആയിട്ട് മാറാറുണ്ട്, ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാം കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യം, നിങ്ങൾ വായിച്ചാൽ മാത്രം മതിയാകും. സോ ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോജിനസ് ആൻഡ് ഹെട്രോജിനസ് മിക്സ്ചർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ബേസിക്കലി ഹോമോജിനസ് എല്ലാം യൂണിഫോം ആയിരിക്കും, ഹെട്രോജിനസ് നോൺ യൂണിഫോം ആണ്. ഫേസ് പറയുകയാണെങ്കിൽ മിക്കവാറും ഹോമോജിനസ് സിംഗിൾ ആയിരിക്കും, കാര്യം എന്തുകൊണ്ടാണ്? യൂണിഫോം ആയതുകൊണ്ട്. ഹെട്രോജിനസ് മൾട്ടിപ്പിൾ ആയിരിക്കും. പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷനോ ഹോമോജിനസ് ആണെങ്കിൽ എവിടെ എടുത്താലും ഒരുപോലെ ആയിരിക്കും. ഹെട്രോജിനസ് ആണെങ്കിലോ അൺഈവൻ ആയിരിക്കും. പാർട്ടിക്കിൾസ് ഹോമോജിനസിൽ കാണാൻ ബുദ്ധിമുട്ടാണ്, ഹെട്രോജിനസിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. കാര്യം ഓരോന്നും ഡിഫറെന്റ് ആയിരിക്കും, നോൺ യൂണിഫോം അല്ലേ. സ്റ്റെബിലിറ്റി പറയുവാണെങ്കിൽ ഭയങ്കര സ്റ്റെബിലിറ്റി ഉള്ളത് ഹോമോജിനസ് മിക്സ്ചറിനാണ്. ഹെട്രോജിനസിന് ലെസ് സ്റ്റേബിൾ ആണ്. എക്സാമ്പിൾ സോൾട്ട് വാട്ടർ ഫോർ ഹോമോജിനസ് മിക്സ്ചർ. ഹെട്രോജിനസ് ആണെങ്കിൽ സാൻഡ് ആൻഡ് വാട്ടർ ആണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഇസ് ലേറ്റന്റ് ഹീറ്റ്. ഇവിടെ മുതലാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. ലേറ്റന്റ് ഹീറ്റ് റെഫേഴ്സ് ടു എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ. അത് ലേറ്റന്റ് ഹീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്രയാണോ നമുക്ക് ഹീറ്റ് ആവശ്യമായിട്ടുള്ളത്, എന്തിനു വേണ്ടി? ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിന്റെ സ്റ്റേറ്റ് മാറ്റാനായിട്ട് എത്ര ഹീറ്റ് വേണമോ, അത് ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ എത്ര ഹീറ്റ് റിക്വയർഡ് ആണ് എന്നുള്ളതിനാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന്
എന്ന് പറയാം. ഡ്യൂറിങ് എ ഫേസ് ട്രാൻസിഷൻ ലൈക്ക് മെൽറ്റിംഗ്, ബോയിലിംഗ് ഓർ ഫ്രീസിംഗ് ദ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റന്റ് ആൻഡ് ദ എനർജി പ്രൊവൈഡ് ഇസ് അബ്സോർബ് ബൈ സബ്സ്റ്റൻസ് ടു ഓവർകം ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അതായത് ഈ ഒരു ഫേസ് ട്രാൻസിഷൻ ലൈക്ക് മെൽറ്റിംഗ് ആയിക്കോട്ടെ, ബോയിലിംഗ് ആയിക്കോട്ടെ, ഫ്രീസിംഗ് ആയിക്കോട്ടെ, ഈ സമയങ്ങളിലൊക്കെയും ടെമ്പറേച്ചർ എന്തായിരിക്കും? റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഫേസ് ട്രാൻസിഷൻ ആയിട്ടുള്ള അതായത് മെൽറ്റിംഗ്, ബോയിലിംഗ്, ഫ്രീസിംഗ് സമയത്തൊക്കെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. എനർജി പ്രൊവൈഡ് ഈസ് അബ്സോർബ്ഡ് ബൈ സബ്സ്റ്റൻസ്. നമ്മൾ കൊടുക്കുന്ന എനർജി എന്തെന്നു? സബ്സ്റ്റൻസ് അബ്സോർബ് ചെയ്യുകയും ടു ഓവർകം ഇൻട്രാമോളിക്കുലർ ഫോഴ്സ്. ഇൻട്രാമോളിക്കുലർ ഫോഴ്സ് ഓവർകം ചെയ്യാൻ വേണ്ടി എനർജി അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ലേറ്റന്റ് ഹീറ്റ് എന്ന് വെച്ചാൽ എത്രത്തോളം ഹീറ്റ് ആവശ്യമാണ് ഒരു സാധനത്തിന് എന്ത് ചെയ്യാനായിട്ട്? സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ്, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ടെമ്പറേച്ചർ. Okay, so next one is heat capacity ആണ്. The amount of heat required to raise the temperature of 1 gram of a salt is called its heat capacity. അതായത് എത്രത്തോളമാണ് നമുക്ക് എന്ത് വേണ്ടത്? ഹീറ്റ് ആവശ്യമായിട്ടുള്ളത് എന്തിനു വേണ്ടി? ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram of salt. സോ 1 gram of saltന്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യാൻ വേണ്ടി എത്ര ഹീറ്റ് വേണം എന്നുള്ളതിനാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി പറയുക. When a salt is heated, its temperature rise until it reaches the melting point. സോ നമ്മൾ സോൾട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് വരെ എന്ത് ചെയ്യുന്നത്? കൂടിക്കൊണ്ടേയിരിക്കും. ഈ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? അറ്റ് ദ മെൽറ്റിംഗ് പോയിന്റ് ദ ടെമ്പറേച്ചർ ഹോൾഡ് സ്റ്റഡി ആൻഡ് ഓൾ ആഡ് ഹീറ്റ് ഗോസ് ഇൻ ടു മെൽറ്റിംഗ് ദ സോൾട്ട് റാദർ ദാൻ റേസിംഗ് ഇറ്റ് ടെമ്പറേച്ചർ. സോ മെൽറ്റിംഗ് പോയിന്റ് ചിലപ്പോഴും എന്തായിരിക്കും? ഒരു പോയിന്റ് കോൺസ്റ്റന്റ് ആകും അല്ലെങ്കിൽ സ്റ്റഡി ആകും. ആ സമയത്ത് ഇനി ഫർദർലി എന്ത് ചെയ്യില്ല? ഒരു കാരണവശാലും ടെമ്പറേച്ചർ മേലോട്ട് പോവില്ല, പകരം അതിനെ ഉരുക്കും അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യിപ്പിക്കും. ദ ഹീറ്റ് അബ്സോർബ് ഡ്യൂറിങ് ദ ഫേസ് ചേഞ്ച് ഈസ് കാൾഡ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ്. സോ എത്രത്തോളം ഹീറ്റാണ് ആ ഫേസ് ചേഞ്ച് സമയത്ത് അബ്സോർബ് ചെയ്തത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലേറ്റന്റ് ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് എന്ന് പറയുക കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ എന്താണ്? മെൽറ്റിംഗ്, ഫ്രീസിംഗ്, ബോയിലിംഗ്, കണ്ടൻസേഷൻ ഒക്കെയാണ് ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ എന്ന് പറയുക. വിച്ച് ഇൻവോൾവ് എ ചേഞ്ച് ഇൻ ഹീറ്റ് കപ്പാസിറ്റി ആൻഡ് ലേറ്റന്റ് ഹീറ്റ്. എന്താണ്? which involve in heat capacity and latent heat, known as first transition. So ഈ പറഞ്ഞതിനാണ് നമ്മൾ എന്ത് പറയുക? ഫസ്റ്റ് ട്രാൻസിഷൻ. സോ സെക്കൻഡ് ട്രാൻസിഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഹീറ്റ് കപ്പാസിറ്റി വിത്തൗട്ട് ലേറ്റന്റ് ഹീറ്റ് ഇൻവോൾവ്മെന്റ്. സോ ലേറ്റന്റ് ഹീറ്റിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ ഹീറ്റ് കപ്പാസിറ്റിയിൽ മാറ്റം വരുന്നു. അപ്പൊ ഇപ്പൊ എന്താ ഹീറ്റ് കപ്പാസിറ്റി എന്ന് അറിയാം? 1 gram സോൾട്ട് ആണ് അല്ലെ, അതിന് എത്ര റൈസ് ചെയ്യാൻ വേണ്ടി ടെമ്പറേച്ചർ. സോ ഈ ലേറ്റന്റ് ഹീറ്റ് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ എന്തെന്നു? ഹീറ്റ് കപ്പാസിറ്റിയിൽ മാറ്റം വരുന്നു. ഇത് നമ്മൾ സെക്കൻഡ് ഓർഡർ ട്രാൻസിഷൻ എന്ന് പറയുന്നു. കുറച്ച് കൺഫ്യൂഷൻ വരും, പക്ഷെ നിങ്ങളൊന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേപ്പർ പ്രഷർ ആണ്. സോ വേപ്പർ പ്രഷർ ഇസ് ദ പ്രഷർ എക്സർട്ട് ബൈ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഇറ്റ്സ് ലിക്വിഡ് ഇൻ എ ക്ലോസ് കണ്ടെയ്നർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ക്ലോസ് കണ്ടെയ്നറിനകത്ത് ലിക്വിഡിന്, ശ്രദ്ധിക്കണേ, ക്ലോസ് കണ്ടെയ്നറിനകത്ത് ലിക്വിഡിന്. സോ എ വേപ്പർ പ്രഷർ, ദ പ്രഷർ എക്സർട്ട് ബൈ ദ വേപ്പർ ഇൻ ഇക്വിലിബ്രിയം. സോ ഒരു ക്ലോസ് കണ്ടെയ്നറിൽ ലിക്വിഡിൽ എക്സേർട്ട് ചെയ്യുന്ന എന്താണ്? വേപ്പർ അല്ലെങ്കിൽ വേപ്പർ പ്രഷറിനെയാണ്, അല്ലെങ്കിൽ ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുക? വേപ്പർ പ്രഷർ എന്ന് പറയുക. സോ വേപ്പറൈസേഷൻ, വെൻ ലിക്വിഡ് ഈസ് കെപ്റ്റ് ഇൻ എ ക്ലോസ് കണ്ടെയ്നർ. നമ്മളൊരു ക്ലോസ് കണ്ടെയ്നറിൽ നമ്മൾ ലിക്വിഡ് വെക്കുവാണെങ്കിൽ മോളിക്യൂൾ എസ്കേപ്പ് ഫ്രം ലിക്വിഡ് സർഫസ് ആൻഡ് എൻ്റർ ദ സ്പേസ് എബവ് ഫോമിങ് വേപ്പർ. സോ നമ്മൾ ഒരു ക്ലോസ് കണ്ടെയ്നർ ലിക്വിഡ് വെച്ചിട്ടുണ്ട്, നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഈ ലിക്വിഡിലുള്ള മോളിക്യൂൾസ് എസ്കേപ്പ് ചെയ്ത് ഇവിടെയുള്ള സ്പേസിൽ വന്നിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വേപ്പർ ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുക. സോ വേപ്പർ പ്രഷർ എന്താണ്? ഈ ലിക്വിഡിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. ഓക്കെ. സോ ഇനി കണ്ടൻസേഷൻ. എന്താ കണ്ടൻസേഷൻ? സം മോളിക്യൂൾസ് റിട്ടേൺ ടു ലിക്വിഡ് സ്റ്റേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദെയർ കോൺസെൻട്രേഷൻ ഇൻ വേപ്പർ. സോ വേപ്പറിൽ ഉണ്ടാവുന്ന കോൺസെൻട്രേഷൻ അനുസരിച്ച് തിരിച്ചത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നിരിക്കാറുണ്ട്. വെൻ ദ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈക്വൽ ദ റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. സോ വേപ്പറൈസേഷൻ റേറ്റ് ഓഫ് കണ്ടൻസേഷന് ഈക്വൽ ആകുമ്പോൾ the vapor is said as saturated. അതിന് നമ്മൾ എന്ത് ചെയ്യും? സാച്ചുറേറ്റഡ് എന്ന് പറയും. സോ ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ, the pressure exerted by saturated vapor at equilibrium in the vapor pressure which depend on temperature. So നമ്മുടെ ഈ സാച്ചുറേറ്റ് വേപ്പറിലെ
നമ്മൾ ഓൾറെഡി എന്താണ് സാച്ചുറേറ്റ് വേപ്പർ എന്ന് പറഞ്ഞു. ദ പ്രഷർ എക്സേർട്ട് ബൈ സാച്ചുറേറ്റ് വേപ്പർ. സോ സാച്ചുറേറ്റ് വേപ്പറിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അറ്റ് ഇക്വിലിബ്രിയം ഇൻ വേപ്പർ പ്രഷർ. സോ ഇക്വിലിബ്രിയം ഈസ് ദ വേപ്പർ പ്രഷർ വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക അതിൻ്റെ വേപ്പർ പ്രഷറിൻ്റെ ഇക്വിലിബ്രിയം ഒക്കെ തീരുമാനിക്കുന്നത്. സോ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് മോർ മോളിക്യൂൾ എൻ്റർ ദ വേപ്പർ ഫേസ്. സോ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കൂടുതൽ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു വേപ്പർ ഫേസിലേക്ക് മാറുകയാണ് ചെയ്യുക. ഇൻക്രീസിങ് വേപ്പർ പ്രഷർ, അങ്ങനെ എന്ത് ചെയ്യുന്നു വേപ്പർ പ്രഷർ കൂടുകയാണ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഈസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അറ്റ് ഹൈ ടെമ്പറേച്ചർ ദ ഡെസ്റ്റിനീസ് ഓഫ് ദ വേപ്പർ ആൻഡ് ലിക്വിഡ് ഫേസ് ബിക്കം ഈക്വൽ. സോ എന്ത് ചെയ്യുന്നു നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു വേപ്പറും ലിക്വിഡ് ഫേസും ഈക്വൽ ആവുകയാണ് ചെയ്യുക. എബോവ് ദിസ് ടെമ്പറേച്ചർ ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ് നോൺ ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അപ്പോൾ ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല ഒരു ഫർദർലി ഒരു ചേഞ്ചും ഇല്ല, അത് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ എന്ത് പറയുക ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. സോ വേപ്പർ പ്രഷർ ഞാൻ പറഞ്ഞു എക്സേർട്ട് ചെയ്യുന്നത്. വേപ്പറൈസേഷൻ ക്ലോസ് ലിക്വിഡ് ആണെങ്കിൽ മോളിക്യൂൾസ് മേലോട്ട് പോകുന്നത്, കണ്ടൻസേഷൻ തിരിച്ച് ലിക്വിഡായിട്ട് മാറുന്നത്. ഇക്വിലിബ്രിയം വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞു സാച്ചുറേറ്റ് വേപ്പർ പ്രഷർ, ഇക്വിലിബ്രിയം ഇൻ വേപ്പർ പ്രഷർ. സോ ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വേപ്പർ പ്രഷറാണ്. ഇൻക്രീസിംഗ് വേപ്പർ പ്രഷർ നടക്കുന്നു എങ്ങനെ അവിടെ മോർ മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് മാറുന്നു ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ട്. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് എന്താ പറഞ്ഞത് നമ്മൾ ബേസിക്കലി വേപ്പറും ലിക്വിഡ് ഫേസും ഈക്വൽ ആവുകയാണ് ചെയ്യുന്നത്. So the formula for vapor pressure ആണ് P solution is equal to X solvent P solvent. So P solution vapor pressure of the solution, X solvent mole fraction of the solvent, P solvent vapor pressure of the pure solvent. ഇത്രയുമാണ് നോക്കി വെക്കുക. സോ നെക്സ്റ്റ് വൺ സബ്ലിമേഷൻ. പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ് അല്ലെ. സോൾഡ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നു ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇത് നമുക്ക് പണ്ട് അറിയുന്ന കാര്യമാണ്. സോ സബ്ലിമേഷൻ ഇസ് എ ഫേസ് ട്രാൻസിഷൻ വെയർ എ സോൾഡ് ചേഞ്ച് ഡയറക്ട്ലി ഇൻ ടു എ ഗ്യാസ് വിത്തൗട്ട് പാസിംഗ് ത്രൂ ദ ലിക്വിഡ് ഫേസ്. സോ ലിക്വിഡ് ഫേസിലൂടെ കടന്നു പോവാതെ ഡയറക്ട്ലി സോൾഡ് ഫേസിലേക്ക് മാറുന്നതാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുക. സോ ഇത് മിക്കവാറും ഉണ്ടാവുന്നത് ലോ പ്രഷറിലോ അല്ലെങ്കിൽ സ്പെസിഫിക് ടെമ്പറേച്ചർ കണ്ടീഷനിലായിരിക്കും. ഒന്നെങ്കിൽ എന്താണ് ലോ പ്രഷറിലോ അല്ലെങ്കിൽ സ്പെസിഫിക് ടെമ്പറേച്ചർ കണ്ടീഷനിലായിരിക്കും. എക്സാമ്പിൾ ഡ്രൈ ഐസ് ആണ്. സോ ഡയറക്ട്ലി കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആയിട്ട് മാറാറുണ്ട്. സോ ഫേസ് ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റൻസ് ക്യാൻ എക്സിറ്റ് എ സോൾഡ്, ലിക്വിഡ് ഓർ ഗ്യാസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ ടെമ്പറേച്ചറും പ്രഷറും അനുസരിച്ചിട്ടാണ് സബ്സ്റ്റൻസ് സോൾഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. സബ്ലിമേഷൻ എപ്പോഴാണോ പ്രഷർ ലോ ആവുന്നത്, പ്രഷർ ഇസ് ലോ എനഫ് ആൻഡ് സോൾഡ് ട്രാൻസിഷൻ ഡയറക്ട്ലി ഇൻ ടു ഗ്യാസ്, സോൾഡിൽ നിന്ന് ഗ്യാസ് ആയിട്ട് മാറുന്നു. ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ നിർബന്ധമായും പഠിക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ സോൾഡ് ഗ്യാസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്. എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്? ഈ ഗ്രാഫും വരയ്ക്കാനായിട്ട് പഠിക്കുക. സോ ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് എ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫേസ് ബിക്കം ഇൻഡിസ്റ്റിങ്വിഷബിൾ. സോ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വെച്ചാൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, ഒരു ലിക്വിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ആൻഡ് ഗ്യാസ് ഫേസും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാം. അപ്പൊ എന്താ പറഞ്ഞത്? ക്രിട്ടിക്കൽ പോയിന്റ് ഈസ് എ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ഫേസ് ബിക്കം ഇൻഡിസ്റ്റിങ്വിഷബിൾ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബിയോണ്ട് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എ സബ്സ്റ്റൻസ് കനോട്ട് എക്സിസ്റ്റ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് റിഗാർഡ്ലെസ് ഓഫ് ദ പ്രഷർ അപ്ലൈസ്. അപ്പോൾ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ശേഷം സബ്സ്റ്റൻസിന് ലിക്വിഡ് സ്റ്റേറ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല, എപ്പോഴും പ്രഷർ അപ്ലൈ ചെയ്യുന്നത് വരെ. Triple point. The temperature and pressure at which a substance can coexist in solid, liquid and gas form simultaneously. ട്രിപ്പിൾ പോയിന്റ് എന്ന് വെച്ചാൽ ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു സബ്സ്റ്റൻസിന് ടെമ്പറേച്ചറും പ്രഷറും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. ടെമ്പറേച്ചറും പ്രഷറും ആണ് അറ്റ് വിച്ച് സബ്സ്റ്റൻസ് എ ക്യാൻ കോ എക്സിസ്റ്റ്, സോൾഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും. ടെമ്പറേച്ചറിലും പ്രഷറിലും എന്താണ് ഒരേപോലെ തന്നെ സോൾഡ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഗ്യാസ് ആയിട്ടും സൈമൾട്ടേനിയസ്ലി ഇരിക്കാൻ സാധിക്കും. എന്താ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ദ ടെമ്പറേച്ചർ എബോവ് വിച്ച് ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. സോ നമുക്ക് ഗ്യാസ് പിന്നെ ഫർദർ ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചറിനെയാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുക. നോ മാറ്റർ ഹൗ മച്ച് പ്രഷർ ഇസ് അപ്ലൈ, നിങ്ങൾ എത്ര പ്രഷർ അപ്ലൈ ചെയ്തോ അതിലൊന്നും ഒരു കാര്യമില്ല, അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫർദർലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ലിക്വിഫൈ ആവത്തില്ല. സോ ക്രിട്ടിക്കൽ പോയിന്റ്, സബ്ലിമേഷൻ നോക്കി, വേപ്പർ പ്രഷർ നോക്കി, ലേറ്റന്റ് ഹീറ്റ് നോക്കി. ഇവിടെ നിന്ന് വലിച്ചൊരു കൺഫ്യൂഷൻ ആണ്, നിങ്ങൾ വായിച്ചേ പോയേ പറ്റുള്ളൂ കേട്ടോ. സോ ക്രിട്ടിക്കൽ പോയിന്റ് ഞാൻ പറഞ്ഞു എന്താണ്,
നമുക്ക് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് യൂട്ടറ്റിക് മിക്സ്ചർ. സോ യൂട്ടറ്റിക് മിക്സ്ചർ ഭയങ്കര എളുപ്പമാണ്. രണ്ട് കോമ്പൗണ്ട് സിസ്റ്റം ഉണ്ടായിരിക്കും, അതായത് രണ്ട് കമ്പൗണ്ട് സിസ്റ്റം ഉണ്ടായിരിക്കും. സോ കൺസിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി മിസിബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ബട്ട് ഇംമിസിബിൾ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. സോ ഇവിടെ ബേസിക്കലി നമ്മൾ സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ ലിക്വിഡിൽ നന്നായിട്ട് അലിയും അല്ലെങ്കിൽ മിസിബിൾ ആണ്, എന്നാൽ സോളിഡ് സ്റ്റേറ്റിൽ അത് ഇൻമിസിബിൾ ആണ്. ഇവിടെ ശ്രദ്ധിച്ചേ, ടു കമ്പൗണ്ട് സിസ്റ്റം ആണ് കൺസിസ്റ്റിംഗ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ആർ കംപ്ലീറ്റ്ലി മിസിബിൾ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ കംപ്ലീറ്റ്ലി മിസിബിൾ ആണ്, ബട്ട് ഇംമിസിബിൾ ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ എന്താണ്? ഇംമിസിബിൾ ആണ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സിസ്റ്റം ട്രാൻസിഷൻ ഫ്രം സോൾ ടു ലിക്വിഡ് ഇസ് കാൾഡ് യൂട്ടറ്റിക് മിക്സ്ചർ. ഡയറക്ട്ലി സോളിൽ നിന്ന് ലിക്വിഡിലേക്ക് ഈ സിസ്റ്റം ട്രാൻസിഷൻ ഫേസിലേക്ക് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ സോൾഡ് ഫേസിൽ നിന്ന് ലിക്വിഡ് ഫേസിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? യൂട്ടറ്റിക് ടെമ്പറേച്ചർ എന്ന് പറയുക. Above the temperature, the compound excesses liquid, which below it remains solid. So നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ കൂട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് ആയിട്ടും കുറയ്ക്കുവാണെങ്കിൽ സോൾഡ് ആയിട്ടും ഇരിക്കും. യൂട്ടറ്റിക് സിസ്റ്റം ആർ ഫിസിക്കലി റിഗാർഡഡ് ആസ് സോൾട്ട് ഡിസ്പെർഷൻ. അതായത് the eutectic point is where both compound melt simultaneously at specific composition and temperature. ഒരു സ്പെസിഫിക് കമ്പോസിഷനിലും ടെമ്പറേച്ചറിലും യൂട്ടറ്റിക് പോയിന്റ് എത്തുമ്പോൾ അത് മെൽറ്റ് ആവുന്നു. ഓക്കെ, ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ സാലോൾ തൈമോൾ കോമ്പിനേഷൻ, അത് യൂട്ടറ്റിക് പോയിന്റ് ഒക്കേഴ്സ് 13 ഡിഗ്രി സെൽഷ്യസ് വിത്ത് എ കമ്പോസിഷൻ ഓഫ് 34% തൈമോൾ ആൻഡ് 66% സലോൾ. അതായത് ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള കോൺസെൻട്രേഷനിലെ കോമ്പൗണ്ട്സ് സ്പെസിഫിക് ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു? അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. എക്സാമ്പിൾ തൈമോൾ സലോൾ, തൈമോൾ ക്യാംഫർ, മെന്തോൾ ക്യാംഫർ. കൂടുതൽ എക്സാമ്പിൾ മെന്തോൾ ക്യാംഫർ ആണ്. ഇതും കൂടെ വരയ്ക്കാനായിട്ട് പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So next one is gas. Gas എന്ന് അറിയാലോ അല്ലേ? സോ സിംപ്ലസ്റ്റ് ഓഫ് ദ 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ്. സോ ഐഡിയൽ ബിഹേവിയർ അല്ലെങ്കിൽ ഐഡിയൽ കൈനറ്റിക് മോളിക്യൂൾ തിയറി ഓഫ് ഗ്യാസ് പറയുന്നത് ദ ബിഹേവിയർ ഓഫ് ഐഡിയൽ ഗ്യാസ് ക്യാൻ ബി എക്സ്പ്ലെയിൻ യൂസിങ് ദീസ് പോസ്റ്റ്ലേറ്റ്സ്. കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് പറയുന്നുണ്ട്. എല്ലാ മാറ്റേഴ്സും സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ട് മെയ്ഡാണ്. ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ഫാർ അപ്പാർട്ട് റിലേറ്റ് ടു ദിയർ സൈസ്. അവരുടെ സൈസും കുറച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര ദൂരെ ഇരിക്കുന്നത് അല്ലേ? സോ ബേസിക്കലി പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. റാൻഡം സ്ട്രേറ്റ് ലൈൻ മോഷൻ ഉണ്ടായിരിക്കും. അട്രാക്റ്റീവ് ഫോഴ്സ് ഭയങ്കര കുറവാണ്. കൊളിഷൻസ് ഉണ്ടാകാം. സോ അത് മാത്രമല്ല, എനർജി ട്രാൻസ്ഫർ ഇൻ കൊളിഷൻ സമയത്ത് എനർജി ട്രാൻസ്ഫർ നടക്കുന്നു. അത് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫോളോയിങ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ. അതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യം. അതൊന്നും വലിയ സംഭവമൊന്നുമല്ല, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. So next one is characteristics of gas. Gas എന്നതിൽ characters ഉണ്ടോ? So basically volume equal to volume of the container measure in ml, liter or cubic centimeter. So നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ നമ്മൾ കണ്ടെയ്നറിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ബലൂൺ നിറയ്ക്കുവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ളത് അല്ലേ? പ്രഷർ ആണെങ്കിലോ എക്സർട്ട് ബൈ ഗ്യാസ് മോളിക്യൂൾ ഓൺ ദ കണ്ടെയ്നർ വാൾ മെഷർ ഇൻ അറ്റ്മോസ്ഫിയർ mmHg or പാസ്കൽ. സോ ഗ്യാസിന്റെ പ്രഷർ എങ്ങനെയാണ്? ഈ ഗ്യാസ് മോളിക്യൂൾസ് അതിന്റെ കണ്ടെയ്നർ, ഇപ്പൊ എക്സാമ്പിൾ ബലൂൺ ആണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ബലൂൺ ആണെങ്കിൽ ഇതിനകത്ത് പാർട്ടിക്കിൾസ് ഈ ബലൂണിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ആണ്. വോളിയം ആണെങ്കിലോ ഈക്വൽ ടു കണ്ടെയ്നർ. ഗ്യാസിന്റെ വോളിയം ഈസ് ഈക്വൽ ടു കണ്ടെയ്നർ ആയിരിക്കും. അതിനകത്ത് ഫില്ല് ചെയ്തല്ല നടത്തുന്നത് അല്ലേ? ടെമ്പറേച്ചർ ആണെങ്കിലോ കെൽവിൻ ആയിട്ടായിരിക്കും ചെയ്യുക. K is equal to degree C plus 273 ആണ്. സോ ഇത്രയുമാണ് ക്യാരക്ടേഴ്സ് പറയുന്നത് കേട്ടോ. അതിൽ ഗ്യാസ് ലോ ഉണ്ട്, അതിൽ ബോയിലേഴ്സ് ലോ ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ഗ്യാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് പ്രഷർ. സോ എന്താണ് വോളിയം ഓഫ് ദി ഗ്യാസ് എന്ന് പറയുന്നത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു പ്രഷർ ആയിരിക്കും. ഇത് ഗ്യാസ് ലോ. ചാൾസ് ലോ ഉണ്ട്. വോളിയം ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, വോളിയം ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ is directly proportional to absolute temperature. So mathematically V1 by T1 is equal to VT by T2 ആണ്. സോ ഇത് പഠിച്ചു വെച്ചാൽ മതിയാകും. സോ നെക്സ്റ്റ് വൺ ഇസ് അവഗാഡ്രോ ലോ. സോ അവഗാഡ്രോ ലോ പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും വോളിയം ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും വോളിയം ഓഫ് ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ടു ദ നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് പ്രസന്റ്. എന്നാൽ ടു ദ നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് പ്രസന്റ്. This mean the equal volume of all gases at same temperature and pressure contain the same number of molecules or atom. അപ്പോൾ എന്താണ് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസ് എന്നാണ്? ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓർ ആറ്റം. സോ മാത്തമാറ്റിക്കലി പറയുവാണെങ്കിൽ V is directly proportional to N, അല്ലെങ്കിൽ V is equal to N into constant. Pയും Tയും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ V എന്ന് വെച്ചാൽ ഗ്യാസ് ആണ്, N നമ്പർ ഓഫ് മോൾസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ V1ഉം V2ഉം വോളിയം ഓഫ് ഗ്യാസും N1ഉം N2 മോൾസും ആണെങ്കിൽ V1 by N1 is equal to V2 by N2 എന്ന് നമുക്ക്
പറയാനായിട്ട് പറ്റും. സോ ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും വോളിയം ഓഫ് ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് പ്രസന്റ് ആയിരിക്കും, മറന്നു പോകരുത്. നെക്സ്റ്റ് വൺ ഇസ് ഗെ-ലുസാക്സ് ലോ ആണ്. സോ പുള്ളിക്കാരൻ പറഞ്ഞത് പ്രഷർ എക്സർട്ട് ബൈ എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇസ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും ശ്രദ്ധിക്കണം. എന്താണ്? The state that pressure exerted by a fixed mass of gas, pressure exerted by a fixed mass of gas at constant volume is directly proportional to the temperature ആയിരിക്കും. അതായത് P is directly proportional to TO അല്ലെങ്കിൽ P1 P2 is equal to P2 T2 ആയിരിക്കും. So P is equal to pressure of gas, T is equal to absolute temperature. So ഇവിടെ നോക്കിയേ, ഇവിടെ ബിഫോർ ആണെങ്കിൽ P1 T1 is equal to K, ആഫ്റ്റർ ആണെങ്കിൽ P2 T2 ഈസ് ഈക്വൽ ടു K. അപ്പം P1 ബൈ T1 ആൻഡ് ഇവിടെ നിന്നാണെങ്കിൽ P2 ബൈ T2. ഓക്കെ, അതാണ് ഈ P1 ബൈ T1 ഈസ് ഈക്വൽ ടു P2 ബൈ T2 ആയിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് പോർഷൻ ഭയങ്കര എളുപ്പം, ലോസ് മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും വരും. പക്ഷേ നിങ്ങൾക്കത് പഠിക്കാമെങ്കിൽ 5 മാർക്കിനോ 2 മാർക്കിനോ പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് വേണം. താങ്ക് യു.